നമസ്തേ, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. കൊരട്ടിയിലെ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചിൽ പ്രത്യേക അന്വേഷണ സംഘം. ചാലക്കുടി ഡിവൈഎസ്പി ആർ സന്തോഷിന്റെ നേതൃത്വത്തിലാണ് പ്രത്യേക സംഘം രൂപീകരിച്ചത്. അറസ്റ്റിലായ 3 പേരുടെ കസ്റ്റഡി ആവശ്യപ്പെട്ട് പോലീസ് ഇന്ന് അപേക്ഷ നൽകും. സമാന്തര എക്സ്ചേഞ്ച് നടത്തിയ 2 മലയാളികളെ കൂടി മൈസൂരു പോലീസ് അറസ്റ്റ് ചെയ്തു. വാടകയ്ക്ക് വീടെടുത്ത് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് നടത്തുകയായിരുന്ന അഷ്റഫ്, ജിതിൻ എന്നിവരാണ് അറസ്റ്റിലായത്. കേസിൽ 2 പേരെ ബംഗളൂരു പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമണത്തിൽ സ്റ്റേഷൻ പരിധി നോക്കാതെ പോലീസ് നടപടിയെടുക്കണമെന്ന് മുഖ്യമന്ത്രി. പരാതികൾ നേരിട്ടെത്തി അന്വേഷിക്കുമെന്നും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ അന്വേഷിക്കാൻ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി നിശാന്തിനിയെ സംസ്ഥാന നോഡൽ ഓഫീസറായി നിയമിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു. സംസ്ഥാനത്തെ പുതിയ ലോക്ക്ഡൌൺ ഇളവുകൾ പ്രഖ്യാപിച്ചു. കല്യാണത്തിനും മരണാനന്തര ചടങ്ങിനും 20 പേർക്ക് അനുമതി. ആരാധനാലയങ്ങളിൽ 40 പേർക്ക് വരെ അനുമതിയുണ്ട്. കടകൾ രാവിലെ 7 മുതൽ രാത്രി 9 വരെ തുറക്കാം. ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഇല്ലാത്തിടത്ത് കടകൾ 6 ദിവസം തുറക്കാം. ആൾക്കൂട്ടം ഒഴിവാക്കുന്ന നടപടി ഇനിയും തുടരും. സംസ്ഥാനത്ത് കൊറോണ രോഗ തീവ്രത കുറയുകയാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ആശുപത്രികളിലെത്തുന്ന രോഗികളും ICU ചികിത്സ വേണ്ട രോഗികളും കുറഞ്ഞു. നിയമസഭയിൽ ചോദ്യോത്തര വേളയിലാണ് ആരോഗ്യമന്ത്രി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ബെബ്കോ ഔട്ട്ലെറ്റുകൾ മാറ്റി സ്ഥാപിക്കുന്നതിൽ നടപടികൾ എന്തായി എന്ന് ഹൈക്കോടതി. 10 ദിവസത്തിനുള്ളിൽ വിശദാംശങ്ങൾ അറിയിക്കാൻ ബെബ്കോയ്ക്ക് ഹൈക്കോടതി നിർദ്ദേശവും നൽകി. മദ്യവിൽപ്പനശാലകളിലെ ആൾത്തിരക്കിൽ സ്വമേധയാ എടുത്ത ഹർജിയിലാണ് നടപടി. നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിൽ ദൃശ്യങ്ങളും തെളിവാകുന്നു. സ്വർണ്ണക്കടത്ത് കേസിൽ കസ്റ്റംസ് പിടികൂടിയത് വരെയുള്ള ദിവസങ്ങളിൽ കേസിലെ മുഖ്യപ്രതികൾ നടത്തിയ നീക്കങ്ങളാണ് ദൃശ്യങ്ങളിൽ. നിരവധി CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് മുഖ്യപ്രതികളുടെ പങ്കാളിത്തം കസ്റ്റംസ് കോടതിയിൽ തെളിയിക്കാൻ ഒരുങ്ങുന്നത്. കണ്ണൂർ ജില്ലയിൽ വാക്സിൻ സ്റ്റോക്ക് ഇല്ലാത്തതിനാൽ സർക്കാർ മേഖലയിലെ കേന്ദ്രങ്ങളിൽ ഇന്ന് കൊറോണ വാക്സിനേഷൻ ഉണ്ടായിരിക്കില്ലെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ന്യൂനപക്ഷ സ്കോളർഷിപ്പിൽ അനുവാദം നിശ്ചയിക്കാൻ സർക്കാരിന് അധികാരമില്ലെന്ന ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന് മുഖ്യമന്ത്രി. നിയമോപദേശമനുസരിച്ച് വിധിക്കെതിരെ അപ്പീൽ പോകാനാണ് തീരുമാനമെന്നും തുടർ നടപടികൾ പിന്നീട് ആലോചിക്കുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഗ്രാമീണ ടൂറിസം വികസനത്തിനായി ഏറെ കൊട്ടിഘോഷിച്ച് നിർമ്മിച്ച ആറന്മുള ടൂറിസം ഫെസിലിറ്റേഷൻ സെന്ററിന് പൂട്ടുവീണിട്ട് 3 വർഷം. 2018 പ്രളയത്തിൽ വെള്ളം കയറി സർവ്വതും നശിച്ചതോടെയാണ് കെട്ടിടം ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ അടച്ചുപൂട്ടുന്നത്. പമ്പാ നദിയുടെ തീരത്ത് സത്രക്കടവിനടുത്തുള്ള ജവാൻ സ്മാരകത്തോട് ചേർന്നാണ് സെന്റർ കെട്ടിടം നിർമ്മിച്ചത്. ബസ്സുകൾ പിൻവലിച്ചും ജീവനക്കാരെ മാറ്റിയും കെട്ടിടം പണി താമസിപ്പിച്ചും പന്തളം KSRTC ഓപ്പറേറ്റിംഗ് സെന്ററിനെ പിഴുതെറിയാനുള്ള ശ്രമത്തിലാണ് വകുപ്പ് അധികൃതർ. 5 ബസ്സുകൾ മറ്റ് ഡിപ്പോകളിലേക്ക് മാറ്റിയതിന് പുറമെ കഴിഞ്ഞ ദിവസം വെഹിക്കിൾ സൂപ്പർവൈസറെ അടൂരിലേക്ക് മാറ്റാനും ഉത്തരവിറക്കിയിട്ടുണ്ട്. ഇതിനിടയിൽ നഷ്ടത്തിന്റെ പേര് പറഞ്ഞ പമ്പ ബസ് നിർത്തലാക്കാനുള്ള ശ്രമവും നടത്തിയിരുന്നു. പത്തനംതിട്ട അനന്തരാമപുരം ചന്തയിൽ ഫിഷ് സ്റ്റാളിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് മത്സ്യവ്യാപാരികൾ. ലോക്ക്ഡൌൺ ഇളവ് വന്ന ശേഷവും നിർമ്മാണ ജോലികൾ പുനരാരംഭിച്ചില്ല. MLA ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപ ചെലവിട്ടാണ് സ്റ്റാൾ പണിയുന്നത്. തൂണുകൾ ഉയർത്തിയിട്ട് 6 മാസം പിന്നിട്ടിട്ടും തുടർ നടപടികൾ ഒന്നും ആയിട്ടില്ല. തിരുവല്ല കുറ്റൂരിൽ തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ പശുക്കിടാവിന് ഗുരുതര പരിക്ക്. 3 മാസം മാത്രം പ്രായമുള്ള പശുക്കിടാവിനെയാണ് തെരുവ് നായക്കൂട്ടം ആക്രമിച്ചത്. വീടിന് സമീപത്തെ പുരയിടത്തിൽ കെട്ടിയിരുന്ന കിടാവിനെ തെരുവ് നായ്ക്കൾ കൂട്ടത്തോടെ എത്തി ആക്രമിക്കുകയായിരുന്നു.
പശുക്കിടാവ് അപകടനില തരണം ചെയ്തിട്ടില്ല. കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാനുള്ള അധികാരം വനപാലകർക്ക് കിട്ടിയിട്ടും പത്തനംതിട്ട ജില്ലയിൽ ഇതുവരെ വെടിവെച്ച് കൊന്നത് 11 കാട്ടുപന്നികളെ മാത്രം. കോന്നി ഡിവിഷനിൽ 4 പന്നികളെയും റാന്നി ഡിവിഷനിൽ 7 പന്നികളെയുമാണ് വെടിവെച്ച് വീഴ്ത്തിയത്. അക്രമകാരികളായ പന്നികളെയാണ് വനം നിയമം അനുസരിച്ച് കൊലപ്പെടുത്തിയത്. വയനാട് ചുരത്തിൽ KSRTC ബസും ലോറിയും കൂട്ടിയിടിച്ച് അപകടം. രാവിലെ 8:30 ചുരത്തിലെ റോഡിന് വീതി കുറഞ്ഞ ഭാഗത്താണ് അപകടമുണ്ടായത്. കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ചരക്ക് ലോറിയും ബത്തേരിയിലേക്ക് പോകുന്ന KSRTC സൂപ്പർഫാസ്റ്റ് ബസുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ ആർക്കും തന്നെ പരിക്കുകളില്ല. അപകടത്തെ തുടർന്ന് 1 മണിക്കൂറോളം വാഹന ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. മീനച്ചിലാറ്റിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തി. കുരോപ്പട സ്വദേശി സൗമ്യ S ആണ് മരിച്ചത്. കിടങ്ങൂർ കട്ടച്ചിറ റോഡിൽ പമ്പ് ഹൗസിന് സമീപമാണ് മൃതദേഹം കണ്ടെത്തിയത്. ഏറ്റുമാനൂരിലെ സ്വകാര്യ ധന ഇടപാട് സ്ഥാപനത്തിലെ ജോലിക്കാരിയാണ്. ഓണവിപണി ലക്ഷ്യമിട്ട് നട്ടുവളർത്തിയ ഏത്തവാഴ കൃഷി കാട്ടാന നശിപ്പിച്ചു. വടശ്ശേരിക്കര ബൗണ്ടറി ചെമ്പരത്തിമുട്ടിൽ സോമരാജിന്റെ കൃഷിയിടത്തിലാണ് ഇന്നലെ രാത്രി ആന നാശം വിതച്ചത്. കൃഷിയിടത്തിൽ കയറിയ കാട്ടാന 50ലേറെ വാഴകൾ നശിപ്പിച്ചു. പഞ്ചായത്തിലെ വനമേഖലയോട് ചേർന്ന പ്രദേശങ്ങളിൽ ആനയ്ക്ക് പുറമെ കാട്ടുപന്നിയും കുരങ്ങുമെല്ലാം വ്യാപകമായി കൃഷി നശിപ്പിക്കുകയാണ്. കൊല്ലം ഒറുകുന്ന സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ബാങ്കിലെ സ്ഥിരാംഗങ്ങളായ രോഗികൾക്ക് അംഗസമാശ്വാസ നിധിയിൽ നിന്ന് അനുവദിച്ച തുക വിതരണം ചെയ്തു. ബാങ്കിലെ അംഗങ്ങളായ കിടപ്പ് രോഗികൾക്ക് പുറമെ ക്യാൻസർ, വൃക്ക തുടങ്ങിയ രോഗങ്ങൾ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന 34 പേർക്കാണ് ധനസഹായം നൽകിയത്. ദേശീയപാതയിൽ കാർ ലോറിയിലിടിച്ച ശേഷം സ്കൂട്ടറിലിടിച്ച് കാർ യാത്രികനും സ്കൂട്ടർ യാത്രക്കാരനും പരിക്കേറ്റു. രാവിലെ 7 മണിയോടെ കൊല്ലം കൊട്ടിയത്തിനും പറക്കുളത്തിനും ഇടയിലായിരുന്നു അപകടം. സ്കൂൾ യാത്രക്കാരനായ നെടുങ്ങോലം സ്വദേശി ഷാജി, കാർ യാത്രക്കാരനായ കോഴിക്കോട് എലങ്ങിക്കര മുഖവൂർ സ്വദേശി ശ്രാവൺ എന്നിവർക്കാണ് പരിക്കേറ്റത്. അമ്മയുടെയും കുഞ്ഞിൻ്റെയും പരിരക്ഷ ഉറപ്പാക്കുന്ന ആദ്യ ശിശു സൗഹൃദ ജില്ലയെന്ന പദവിയിലേക്ക് കൊല്ലം എത്തുകയാണെന്ന് ജില്ലാ കളക്ടർ B. അബ്ദുൽ നാസർ. ഇതിനായുള്ള പ്രവർത്തനങ്ങൾക്ക് ലോക മുലയൂട്ടൽ വാരാചരണത്തോടനുബന്ധിച്ച് തുടക്കമായി. സ്വകാര്യത ഉറപ്പാക്കിയുള്ള മുലയൂട്ടൽ കേന്ദ്രങ്ങൾ ജില്ലയിലുടനീളം തുടങ്ങുകയാണ്. ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, സർക്കാർ ഇതര സ്ഥാപനങ്ങൾ തുടങ്ങി തിരക്കേറിയ ഇടങ്ങളിലെല്ലാം ഇത്തരം സംവിധാനം ഒരുക്കുക എന്നത് അദ്ദേഹം വ്യക്തമാക്കി. ആലപ്പുഴ പഴവങ്ങാടി മാർസ്ലീവ ഫൊറോന പള്ളി ഓഫീസിലും 3 സ്കൂളുകളിലും മോഷണം. പൂട്ടുപൊളിച്ച് 1 ലക്ഷം രൂപയോളം കവർന്നു. പിക്സാർ അടക്കമുള്ള ആയുധം ഉപയോഗിച്ചാണ് പൂട്ടുപൊളിച്ചത്. കൊല്ലം ചാത്തന്നൂർ GVHSൽ കുട്ടി പോലീസ് SPC ദിനം ആഘോഷിച്ചു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് കമലയമ്മ SPC പതാക ഉയർത്തി. തുടർന്ന് SPC പ്രതിജ്ഞ, ഗീതം, പ്രസംഗം എന്നിവ കേഡറ്റുകൾ അവതരിപ്പിച്ചു. നിയമസഭാ കയ്യാങ്കളി കേസിൽ വിചാരണ നേരിടുന്ന വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് UDF ധർണ. ചേലക്കര നിയോജക മണ്ഡലം കമ്മിറ്റിയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. DCC ജനറൽ സെക്രട്ടറി E. വേണുഗോപാല മേനോൻ സമരം ഉദ്ഘാടനം ചെയ്തു. ഓപ്പറേഷൻ റാഷ് എന്ന പേരിൽ കൊല്ലം സേഫ് കേരള എൻഫോഴ്സ്മെന്റ് ടീമും കൊല്ലം RT ഓഫീസും ചേർന്ന് 2 ഇടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ 70ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്തു. അമിത വേഗത്തിലും അശ്രദ്ധമായും ബൈക്ക് ഓടിച്ച 11 പേർക്കെതിരെ കേസെടുത്തു. പാലക്കാട് പുലാപ്പറ്റയിൽ കടന്നൽ കുത്തേറ്റ് 5 വയസ്സുകാരൻ മരിച്ചു. കോണിക്കഴി പറക്കുന്നത് കണ്ണൻ ലക്ഷ്മി ദമ്പതികളുടെ മകൻ സജിത്താണ് കടന്നൽ കുത്തേറ്റ് മരിച്ചത്.
സത്രം കാവിൽക്കുന്ന് സ്കൂളിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സജിത്ത്. ഫയർഫോഴ്സ് മേധാവി ബി സന്ധ്യയ്ക്ക് ജയിൽ DGPയായി സ്ഥാനക്കയറ്റം നൽകി. ജയിൽ മേധാവിയായിരുന്ന ഋഷിരാജ് സിംഗ് വിരമിച്ച സാഹചര്യത്തിലാണ് ADGPയായിരുന്ന സന്ധ്യയെ DGP റാങ്കിലേക്ക് ഉയർത്തിയത്. നേരത്തെ ADGPയായിരുന്ന അനിൽ കാന്തിനെ DGPയാക്കാൻ സന്ധ്യയ്ക്ക് അർഹമായ പ്രമോഷൻ സർക്കാർ താൽക്കാലികമായി തടഞ്ഞുവച്ചിരുന്നു. PSCയുടെ 493 റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ഇന്ന് അവസാനിക്കും. റാങ്ക് പട്ടികയുടെ കാലാവധി നീട്ടില്ലെന്ന് സർക്കാർ നയം വ്യക്തമാക്കിയപ്പോൾ ദുരിതത്തിലായത് ഉദ്യോഗാർത്ഥികളാണ്. ഹൈക്കോടതിയിലും തിരിച്ചടിയായതോടെ സമരം ഉദ്യോഗാർത്ഥികൾ ശക്തമാക്കിയേക്കും. ഗുരുവായൂരിൽ കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ ബാങ്കിനെതിരെ വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. ഗുരുവായൂർ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിനെതിരെയാണ് വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. കിഴക്കേക്കല്ലട സൗത്ത് സർവീസ് സഹകരണ ബാങ്കിലെ സാമ്പത്തിക ക്രമക്കേട് പുറത്തുവന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നടപടി സ്വീകരിക്കാതെ പഞ്ചായത്ത് ഭരണസമിതി. മരിച്ചവരുടെ പേരിൽ ക്ഷേമ പെൻഷൻ തട്ടിയെടുത്തതായി ഓഡിറ്റ് വിഭാഗമാണ് കണ്ടെത്തിയത്. ക്രമക്കേട് സംബന്ധിച്ച് വിജിലൻസ് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് കിഴക്കേക്കല്ലട പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. മലപ്പുറം ജില്ലയിൽ മുദ്രപത്രങ്ങൾക്ക് നേരിട്ടിരുന്ന ക്ഷാമത്തിന് ആശ്വാസമായി കൂടുതൽ മുദ്രപത്രങ്ങൾ എത്തി. 50,100 രൂപയുടെ 3 ലക്ഷം മുദ്രപത്രങ്ങളാണ് ജില്ലയിൽ എത്തിയത്. ഇതോടെ കടുത്ത ക്ഷാമത്തിന് പരിഹാരമാകും. 2 മാസത്തോളമായി ജില്ലയിൽ മുദ്രപത്രത്തിന്റെ ക്ഷാമം രൂക്ഷമായിരുന്നു. കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് അഴിമതി പാർട്ടിയെ അറിയിച്ചിരുന്നുവെന്ന് പുറത്താക്കപ്പെട്ട CPM ബ്രാഞ്ച് സെക്രട്ടറി. ഇരിങ്ങാലക്കുട മടായിക്കോണം ബ്രാഞ്ച് സെക്രട്ടറിയായിരുന്ന സുജേഷ് കണ്ണാട്ടിൻ്റെയാണ് വെളിപ്പെടുത്തൽ. കരുവന്നൂർ ബാങ്കിനെതിരെ ഒറ്റയാൾ സമരം നടത്തിയതിനാണ് സുജേഷിനെ പുറത്താക്കിയത്. ജാർഖണ്ഡിലെ അഡീഷണൽ ജില്ലാ ജഡ്ജി ഉത്തം ആനന്ദിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ 2 പേരെയും നുണപരിശോധനയ്ക്ക് വിധേയരാക്കും. ലയേർഡ് വോയിസ് അനാലിസിസ്, ബ്രെയിൻ മാപ്പിംഗ് എന്നിവയും നടത്തും. ധൻബാദ് പോലീസാണ് ഇക്കാര്യം അറിയിച്ചത്. ഈ പരിശോധനകൾ നടത്താൻ പോലീസിന് കോടതിയുടെ അനുമതിയും ലഭിച്ചു. ഗുജറാത്തിൽ വെച്ച് ഈ ടെസ്റ്റുകൾ നടത്തും. പ്രശസ്ത ഗായകൻ യോയോ ഹണി സിംഗിനെതിരെ ഗാർഹിക പീഡന പരാതി. ഭാര്യ ശാലിനി താൽവാർ നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. ഹണി സിംഗിനെതിരെ ഡൽഹി അൻസാരി കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. ആഗസ്റ്റ് 28-ന് കേസിൽ വാദം കേൾക്കും. ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് വീണ്ടും അഭ്യൂഹങ്ങൾ. പീപ്പിൾസ് ആർമി പരിപാടിയിൽ പങ്കെടുക്കുന്ന കിം ജോങ് ഉൻ തലയ്ക്ക് പിന്നിൽ കറുത്ത പാടുകൾ മറച്ച് ബാൻഡേജ് ഒട്ടിച്ചതാണ് വീണ്ടും അഭ്യൂഹങ്ങൾക്ക് വഴിവെച്ചത്. വിഴിഞ്ഞം തുറമുഖത്തെ ക്രൂ ചേഞ്ചിങ്ങിൽ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ വേണമെന്ന് സംസ്ഥാന ഇന്റലിജൻസ്. മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടുകളിൽ കപ്പലിടിച്ചുള്ള അപകടങ്ങൾക്ക് സാധ്യത വർദ്ധിച്ചതായും ഇന്റലിജൻസ് ചൂണ്ടിക്കാട്ടുന്നു. ആഭ്യന്തര വകുപ്പിനാണ് ഇന്റലിജൻസ് വിഭാഗം റിപ്പോർട്ട് നൽകിയത്. കാസർഗോഡ് തീർത്ഥങ്കരയിൽ പ്രണയം നടിച്ച ഹിന്ദു പെൺകുട്ടിയെ മതം മാറ്റി. തീർത്ഥങ്കര സ്വദേശിനിയെ ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട പൊന്നാനി സ്വദേശിയായ മുസ്ലിം യുവാവാണ് മതം മാറ്റിയത്. പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക് ഹിന്ദു ഐക്യവേദി മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിലും CPM അനുഭാവികളായ മാതാപിതാക്കൾ ഇത് അവഗണിക്കുകയായിരുന്നുവെന്നാണ് ആക്ഷേപം. കൊറോണയും ലോക്ക്ഡൌണും മൂലം കടുത്ത പ്രതിസന്ധിയിലാണെന്ന് AC മെക്കാനിക്കുകൾ. വൻ തുകകൾ മുടക്കിയാണ് തൊഴിലാളികൾ ജോലിക്കായുള്ള ഉപകരണങ്ങൾ വാങ്ങിയത്. AC-യുടെ ഉപയോഗത്തിന് നിയന്ത്രണം വന്നതാണ് പ്രതിസന്ധിക്ക് പ്രധാന കാരണം. കണ്ണൂർ കരുവഞ്ചാലിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന വ്യക്തിക്ക് തമിഴ്നാട് പോലീസിന്റെ പിഴ. ഇന്നേ വരെ ഓട്ടോയുമായി തമിഴ്നാട്ടിലേക്ക് പോകാത്ത ചന്ദ്രൻ എന്ന ഡ്രൈവർക്കാണ് തമിഴ്നാട് പോലീസ് പിഴ ചുമത്തിയിരിക്കുന്നത് എന്നതാണ് വിരോധാഭാസം. കൊറോണ കാലത്ത് കുടുംബം പുലർത്താൻ ബുദ്ധിമുട്ടുന്നതിനിടയിൽ എങ്ങനെ തമിഴ്നാട് പോലീസിന്റെ പെറ്റി കേസ് എങ്ങനെ വന്നു എന്നറിയാതെ നിൽക്കുകയാണ് ചന്ദ്രൻ.
കാലിക്കറ്റ് സർവകലാശാല ഡ്രൈവർമാരുടെ മക്കളിൽ 10ാം ക്ലാസ് +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു. വൈസ് ചാൻസലർ ഡോക്ടർ MK ജയരാജും പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ M നാസറും ചേർന്നാണ് അനുമോദിച്ചത്. കൊറോണ പ്രതിസന്ധിക്കിടയിലും വസ്ത്രവിപണിയിൽ വൈവിധ്യവൽക്കരണത്തിലൂടെ വരുമാനം തേടുകയാണ് കൈത്തറി സംഘങ്ങൾ. കോഴിക്കോട് കുഞ്ഞിപ്പള്ളിയിലെ കേരള കൈത്തറി നെയ്ത്ത് സംഘം ചുരിദാർ ടോപ്പുകളുമായാണ് ഓണവിപണി കീഴടക്കാൻ എത്തുന്നത്. കോഴിക്കോട് മുത്താലം ദുർഗാ ഭഗവതി ക്ഷേത്രഭൂമിയിൽ ദേവസ്വത്തിന്റെ അനുമതി കൂടാതെ സ്വകാര്യ ടെലിഫോൺ ടവർ വരുന്നതിനെതിരെ നാട്ടുകാർ രംഗത്ത്. കോടതിയുടെ പരിഗണനയിലുള്ള തർക്കഭൂമിയിൽ ടവർ പണിയാൻ സ്വകാര്യ വ്യക്തി അനുമതി നൽകുകയായിരുന്നു. കേരളത്തിലെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ നാളെ നടക്കും. കൊറോണ വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ ഇത്തവണ CBSE, ICSE സിലബസുകളിൽ +2 പരീക്ഷ നടത്തിയിരുന്നില്ല. അതിനാൽ +2വിൻ്റെ മാർക്ക് പരിഗണിക്കാതെ കേരളത്തിൽ മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശനം നടത്തണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ പരീക്ഷ നടത്താൻ തടസ്സമില്ലെന്ന് ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട്. പാലക്കാട് കിഴക്കേഞ്ചേരി പനംകുറ്റിയിൽ കാട്ടാനശല്യം രൂക്ഷം. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയിൽ ആനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. പുറത്തിറങ്ങാൻ പോലും ഭയക്കുന്ന സ്ഥിതിയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. ദേശീയ നിയമ പഠന പ്രവേശന പരീക്ഷയിൽ ഉന്നത വിജയം നേടി വയനാട്ടിലെ 9 ഗോത്രവിഭാഗ വിദ്യാർത്ഥികൾ. ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെയും പട്ടികവർഗ വികസന വകുപ്പും ചേർന്ന് നടപ്പാക്കിയ നിയമഗോത്രം പരിശീലന പദ്ധതിയുടെ പിന്തുണയോടെയാണ് ഇവരുടെ വിജയം. പദ്ധതിയുടെ ഭാഗമായി 27 വിദ്യാർത്ഥികൾക്ക് പ്രത്യേക പരിശീലനം നൽകിയിരുന്നു. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്തേ.